കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ട് കാണാൻ വഴിയുണ്ട്. എന്നാൽ കേൾവി മാത്രമല്ല, അതിപ്പോൾ സംഭവിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് കുറച്ചിപ്പുറത്തേക്ക് മാറിപ്പോയി എന്നേയുള്ളൂ. അതിന് പ്രകാരം കൊടുത്താൽ തിരുവനന്തപുരത്തും കിട്ടും എന്ന് നമുക്കൊന്ന് തിരുത്തി വായിക്കേണ്ടി വരും. കേരളത്തിലെ BJPയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. കൊടുത്തതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് വച്ച് കിട്ടിയത് ആർക്കാണെന്നറിയണ്ടേ? BJP മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ മുരളീധരൻ തന്നെയാണ്. എങ്ങനെയെങ്കിലും ഈ ഗ്രൂപ്പുകളെ അവസാനിപ്പിച്ച് പച്ചപിടിക്കാൻ നോക്കുന്ന BJPക്കുള്ളിൽ ഓരോ മാസം കൂടുമ്പോഴും പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുരളീധരന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല എട്ടിൻ്റെ പണിയാണ്. കേന്ദ്രമന്ത്രിസ്ഥാനത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും കേരളത്തിലെത്തി ഇവിടെ സജീവമാകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുരളീധരൻ കേരളത്തിലെ BJPയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ. എന്നാൽ ഈ ശ്രമങ്ങൾ ഇപ്പോൾ മുരളീധരന് തന്നെ വിനയായി തീർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ BJP രാഷ്ട്രീയത്തിൽ നിന്നും ഏകദേശം പുറത്താകലിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന മുരളീധരനെ കേരള രാഷ്ട്രീയം മതിയാക്കാറായി എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മുരളീധരന് കിട്ടിയ എട്ടിൻ്റെ പണിയിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു തമാശ കൂടി പറയാം. പേരെടുക്കാൻ പോയവൾ ഇരട്ട പെറ്റു എന്ന അവസ്ഥയിലൂടെയും BJP ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം 40 പേരും 400 ഗ്രൂപ്പും എന്ന നിലയിൽ നിന്നും ഗ്രൂപ്പില്ലാത്ത ഒരു BJPയെ പുനഃസൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറെ കേരളത്തിലേക്ക് കെട്ടിയിറക്കുകയായിരുന്നല്ലോ. കേരളത്തിൽ ഗ്രൂപ്പില്ലാതാക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു വഴിയുമില്ലാതെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് നിൽക്കുകയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അക്കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നും ആരും കരുതണ്ട. ഈ രാജീവ് ചന്ദ്രശേഖർ അല്ല, സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിലെത്തി ഇവിടുത്തെ BJP പ്രസിഡന്റ് ആയാലും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അത് കേരളത്തിലെ BJPയുടെ പ്രത്യേകതയാണ്. എന്തായാലും കേരളത്തിലെ BJPയെ വർഷങ്ങളായി കൈപ്പിടിയിൽ ഒതുക്കി നിൽക്കുന്ന മുരളീധരനെതിരെ സംസ്ഥാന BJP രാഷ്ട്രീയത്തിലെ വലിയൊരു വിഭാഗം തന്നെ രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മുരളീധരൻ ഇന്ന് കേരള BJPയിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. ഇക്കാലയളവിനുള്ളിൽ മുരളീധരൻ ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് പുറം ലോകം പറഞ്ഞ ഒരു കുഞ്ഞു പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മുരളീധരൻ്റെ കേരള BJPയിലെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുൻ അധ്യക്ഷന്മാരെ ഒഴിവാക്കുന്നതിലും ഒരു വിഭാഗം നേതാക്കൾക്ക് മാത്രം മുന്തിയ പരിഗണന നൽകുന്നതിലും BJP കോർ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേരള BJPയിലെ മുൻ അധ്യക്ഷരായ മുരളീധരനെയും K സുരേന്ദ്രനെയും വിളിക്കാതെ തൃശ്ശൂരിൽ നടത്തിയ നേതൃയോഗം വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. അന്ന് തുടങ്ങിയ മുറുമുറുപ്പാണ് തിരുവനന്തപുരത്തെ കോർ കമ്മിറ്റിയിൽ മറ നീക്കി പുറത്തു വന്നത്. ഒരു പ്രശ്നത്തിന് ദേശീയ നേതാക്കൾ ഇടപെട്ടെന്നും ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് സൂചനകൾ. മുരളീധരനെയും K സുരേന്ദ്രനെയും തൃശ്ശൂരിൽ നടന്ന കമ്മിറ്റിയിൽ ക്ഷണിച്ചില്ല എന്ന വിമർശനം വാർത്തയായതോടെ കോർ കമ്മിറ്റി തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ വിശദീകരിക്കാൻ K സുരേന്ദ്രനെ തന്നെ നേതൃത്വം ചുമതലപ്പെടുത്തിയതും വാർത്തയായി. തൃശ്ശൂരിലെ യോഗത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് അതൊക്കെ പറയേണ്ടവർ പറഞ്ഞെന്നായിരുന്നു സുരേന്ദ്രൻ്റെ മറുപടി. കോർ കമ്മിറ്റി യോഗം വളരെ സ്മൂത്തായാണ് നടന്നതെന്നും വിമർശനങ്ങളൊന്നും ഉണ്ടായില്ലെന്നും കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കളും വിശദീകരിച്ചു. ചില പരിഭവങ്ങൾ പറഞ്ഞുവെന്നാണ് അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതേസമയം നേതാക്കളുടെ പക്ഷം പിടിക്കലിൻ്റെ പേരിലുള്ള പോര് ഒടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുരളീധരനെയും സുരേന്ദ്രനെയും മാറ്റി നിർത്തുന്നു, കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കളെ മാത്രം പരിഗണിക്കുന്നു, കോർ കമ്മിറ്റി യോഗങ്ങളിൽ കീഴ്വഴക്കം ലംഘിച്ച് നേതാക്കൾ പങ്കെടുക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് നേതൃത്വം നേരിടുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരെയാണ് തൃശ്ശൂരിലെ യോഗത്തിൽ വിളിച്ചതെന്നും മുരളീധരനും സുരേന്ദ്രനും വലിയ ജോലികൾ വേറെയുണ്ടെന്നുമാണ് നേതൃത്വം ഇപ്പോൾ വിശദീകരിക്കുന്നത്. പുതിയ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. നിലമ്പൂരിൽ പ്രചാരണത്തിന് 2 ജനറൽ സെക്രട്ടറിമാരെ ഒഴിവാക്കി, മത്സരിക്കാതെ മാറി നിൽക്കാനുള്ള നിർദ്ദേശം ശരിയായില്ല, നിലമ്പൂരിൽ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല തുടങ്ങിയ അഭിപ്രായങ്ങളും ഉയർന്നു. എന്നാൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞ മേഖലയായിട്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുന്നേറ്റം ഉണ്ടാക്കാനായെന്ന് അവലോകന റിപ്പോർട്ടിൽ PK കൃഷ്ണദാസ് വിശദീകരിച്ചു. പുതിയ നേതൃത്വം രാഷ്ട്രീയം പറയുന്നില്ല, ജില്ലാ പ്രസിഡന്റുമാരെ പരിഗണിക്കുന്നില്ല, മഹിളാ മോർച്ച യുവമോർച്ച ഭാരവാഹികളെ കണ്ടെത്താനുള്ള ടാലൻറ്റ് ഹണ്ട് പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കും എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളും പുതിയ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിലെ BJP നേതൃത്വത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ കമ്മിറ്റിയിൽ ഉയർന്ന ഒരു പ്രധാന ആരോപണമുണ്ട്.
കീഴ്വഴക്കം ലംഘിച്ച് കോർ കമ്മിറ്റിയിൽ നേതാക്കൾ പങ്കെടുക്കുന്നു എന്ന്. ഈ കീഴ്വഴക്കം ലംഘിച്ച് ഏത് നേതാവാണ് കോർ കമ്മിറ്റിയിൽ പങ്കെടുത്തത്? ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും നേതാവ് കമ്മിറ്റിയിൽ പങ്കെടുത്തു എങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വി മുരളീധരൻ കേരള രാഷ്ട്രീയം മതിയാക്കിയേക്കും എന്ന സൂചനകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 2023 അവസാനം വരെ കേരളത്തിലെ BJPയിൽ പ്രധാനമായി 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് മുരളീധരൻ വിഭാഗവും മറ്റൊന്ന് PK കൃഷ്ണദാസ് വിഭാഗവും. ഇത് ശക്തമായ വിഭാഗം യഥാർത്ഥത്തിൽ മുരളീധരൻ വിഭാഗം തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് K സുരേന്ദ്രൻ, VV രാജേഷ്, അങ്ങനെ പ്രധാനപ്പെട്ട ജനകീയ നേതാക്കൾ ഈ പറയുന്ന മുരളീധരൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു അന്ന്. അതേസമയം കൃഷ്ണദാസ് പക്ഷത്തിനൊപ്പം എടുത്തു പറയാൻ MD രമേശ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ശോഭാ സുരേന്ദ്രൻ അപ്പോഴും ഒരു ഗ്രൂപ്പിനും പിടികൊടുക്കാതെ ഒരു ഏകാംഗ ഗ്രൂപ്പായി നിൽക്കുന്ന സമയമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സംഭവ വികാസം നടന്നു. അതായത് വി മുരളീധരനും അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും തമ്മിൽ തെറ്റുന്നു. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വി മുരളീധരന് കേന്ദ്രമന്ത്രി പദം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ തെറ്റൽ ഉണ്ടായതെന്നാണ് BJPയുമായി ബന്ധമുള്ള ആൾക്കാർ സൂചിപ്പിക്കുന്നത്. അതായത് സംസ്ഥാന പ്രസിഡന്റായ K സുരേന്ദ്രൻ്റെ നിർദ്ദേശം വി മുരളീധരന് അനുകൂലമായിരുന്നില്ല. സുരേഷ് ഗോപിയെ മോദി നേരിട്ടാണ് മന്ത്രിസഭയിൽ അംഗമാക്കിയത്. അവിടെ പിന്നെ കേരളത്തിലെ ഏതെങ്കിലും നേതാവിൻ്റെ കത്തുണ്ടെങ്കിൽ മാത്രമേ സുരേഷ് ഗോപിക്ക് ഡൽഹിയിൽ ചെന്ന് മോദിയെ കാണാൻ പറ്റൂ എന്ന പരിപാടിയൊന്നുമില്ല. കാരണം സുരേഷ് ഗോപിക്ക് നേരിട്ട് പിടിപാട് സാക്ഷാൽ നരേന്ദ്രമോദിയുമായി തന്നെയാണ്. എന്നാൽ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത് BJP സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇവിടെയാണ് മുരളിയും K സുരേന്ദ്രനും തമ്മിൽ തെറ്റുന്നത്. 5 വർഷം തുടർച്ചയായി കേന്ദ്രമന്ത്രി പദവിയിൽ ഇരുന്നിട്ടും മൂന്നാം മോദി മന്ത്രിസഭയിലും തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷ മുരളീധരന് ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയെയാണ് K സുരേന്ദ്രൻ വെട്ടി വെയിലത്ത് വച്ചത്. സുരേന്ദ്രനുമായി തെറ്റിയ മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലവും തൻ്റെ സ്വന്തമാക്കി വച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുരളീധരൻ അപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്തെന്നാൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അതുപോലെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതും ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. ഈ 2 മണ്ഡലങ്ങളും നോക്കി വച്ചതുപോലെയാണ് വി മുരളീധരൻ അവ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളി മത്സരിച്ചു കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് മുരളീധരൻ BJP മുൻ തിരുവനന്തപുരം അധ്യക്ഷനായ S സുരേഷുമായി ബന്ധപ്പെടുന്നത്. മുരളീധരൻ ഗ്രൂപ്പ് ശക്തി ആർജിച്ചിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ആ ഗ്രൂപ്പിൻ്റെ മുഖ്യ എതിരാളിയായിരുന്നു ഈ പറഞ്ഞ S സുരേഷ്. K സുരേന്ദ്രനും VV രാജേഷുമൊക്കെ മുരളീധരനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതോടെ സുരേഷ് മുരളീധരനുമായി കൂട്ടുചേർന്നു. സുരേഷിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്നീട് മുരളീധരൻ്റെ തിരുവനന്തപുരത്തെ പ്രവർത്തനങ്ങൾ. തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് വന്നാൽ ആ പാർട്ടി മാറൽ ചടങ്ങിൽ മുരളീധരൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. തിരുവനന്തപുരത്ത് മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് S സുരേഷിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു കാര്യം സംഭവിച്ചത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി അധികാരമേറ്റതോടെ S സുരേഷ് മുരളീധരൻ ഗ്രൂപ്പ് വിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്ത ആളായി മാറുകയായിരുന്നു എന്നാണ് BJPയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കിയ മുരളീധരന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് S സുരേഷിൻ്റെ നീക്കങ്ങളിലൂടെ അപ്പോൾ ലഭിച്ചത്. സത്യത്തിൽ ഇപ്പോൾ മുരളീധരൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുരളീധരൻ മാത്രമുള്ള ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. അതേസമയം കൃഷ്ണദാസ് പക്ഷം കേരള BJPയിൽ ശക്തി ആർജിക്കുകയും ചെയ്തു. K സുരേന്ദ്രൻ, VV രാജേഷ് തുടങ്ങിയ നേതാക്കൾ ഒരു ഗ്രൂപ്പിലും പെടാതെ മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. ശോഭാ സുരേന്ദ്രനും ഒരു കൂട്ടത്തിനും ചേരാതെ മാറി തന്നെ നിൽക്കുന്നു. ഇത്തവണ BJP സംസ്ഥാന പ്രസിഡന്റ് ആവുമെന്ന് കരുതിയിരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. എന്നാൽ അതിനിടയിൽ വി മുരളീധരൻ്റെ ചില നീക്കങ്ങൾ ശോഭാ സുരേന്ദ്രന് തടസ്സമാവുകയായിരുന്നു. അതിന് കാരണം ഒരിക്കൽ കൂടി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള ശ്രമങ്ങളാണ് വി മുരളീധരൻ നടത്തിയിരുന്നത് എന്നാണ് വിവരം. അന്ന് S സുരേഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ആ നീക്കങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ ലഭിക്കേണ്ട അധ്യക്ഷ പദവി വി മുരളീധരൻ്റെ പിടിവാശി കൂടി കൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വിവരം. ഒടുവിൽ സമവായ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തുകയും ചെയ്തു. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് രാജീവ് ചന്ദ്രശേഖറെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിലെത്തിച്ചത് ഒരാളാണ്. കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പുറത്തു നിന്നും കളിക്കുന്ന ആ ആൾ മറ്റാരുമല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ. സുരേഷ് ഗോപിയും വി മുരളീധരനും തമ്മിൽ ചില ശീത സമരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. സുരേഷ് ഗോപി രാജ്യസഭാ MP ആയിരുന്ന സമയത്ത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു.
ഈ ഒരു സമയത്തൊക്കെ സുരേഷ് ഗോപിയെ അവഗണിക്കുന്ന ഒരു പെരുമാറ്റമാണ് മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് സുരേഷ് ഗോപിയോട് അടുപ്പമുള്ളവർ പറയുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയും വി മുരളീധരൻ വെറും BJP നേതാവുമാണ്. എന്നാൽ BJPയിൽ ഇപ്പോഴും മേധാവിത്വം പുലർത്താനുള്ള വി മുരളീധരൻ്റെ ശ്രമങ്ങൾക്ക് തടയിടണം എന്ന ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി കരുക്കൾ നീക്കിയതിൻ്റെ ഫലമാണ് രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായി എത്തിയതും മുരളീധരനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും പരിഗണിക്കാത്തതും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കീഴ്വഴക്കം ലംഘിച്ച് കോർ കമ്മിറ്റിയിൽ നേതാക്കൾ പങ്കെടുക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ. ആ കീഴ്വഴക്കം ലംഘിച്ച് കോർ കമ്മിറ്റിയിൽ പങ്കെടുത്ത നേതാവ് സുരേഷ് ആണ് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റിയിൽ പങ്കെടുത്ത സമയത്ത് സുരേഷിനോട് സുരേന്ദ്രൻ നിങ്ങൾ ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു എന്നുള്ള വിവരങ്ങളും BJP നേതാക്കളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കീഴ്വഴക്കം നോക്കാതെ സുരേഷിനെ പോലുള്ള അടുപ്പമുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് BJPയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന വിമർശനം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വി മുരളീധരൻ്റെ പ്രായം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ വി മുരളീധരൻ സജീവ രാഷ്ട്രീയം മതിയാക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇനി ഒരു തവണ കൂടി മുരളീധരനെ നിയമസഭയിലോ ലോക്സഭയിലോ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായങ്ങളും ഇതിനിടയിൽ ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രവണതകളും ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം ആദ്യത്തോടെ വി മുരളീധരൻ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറായി ചുമതലയേൽക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ BJP നേതൃത്വത്തിൽ നിന്നും പുറത്തു വരുന്നത്. സജീവ രാഷ്ട്രീയത്തിൽ മുരളീധരൻ്റെ ഇടപെടൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും പാർട്ടിക്ക് ചെയ്യുക എന്ന് നിരവധി നേതാക്കളും പ്രവർത്തകരും ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP ദേശീയ നേതൃത്വം വി മുരളീധരനെ കേരളത്തിൽ നിന്നും മാറ്റി മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറാക്കി നിയമിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്.